അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ PSC പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 ഏപ്രിൽ 17 നടന്ന LP അറബിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. കഴിഞ്ഞ 2 ഭാഗങ്ങളിലൂടെ അറബിക് പെഡഗോജി, അറബിക് ഗ്രാമർ, ഈ 2 ഏരിയകളിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കൃത്യമായി ഓരോരുത്തരും ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് ഫീഡ്ബാക്കുകളിലൂടെ മനസ്സിലായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള റിട്ടോറിക്, പ്രോസഡി, ക്രിറ്റിസിസം, അതുപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ കുറച്ച് ഏരിയകളുമാണ് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ഇൽമുൽ ബലാഗ വൽ അറൂദ് വൻ നഖദ്, അൽ അദബുൽ അറബി അൽ അദബു ഫിൽ അറബി. അപ്പൊ അതില് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും മിക്കവാറും അറ്റൻഡ് ചെയ്യുകയും മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്ത ഏരിയകളിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻഷാല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, സിമ്പിളായ ക്വസ്റ്റ്യനായി നമുക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കാരണം ഒരു സമയത്ത് നമുക്ക് ഇതൊന്നും പരിചയമില്ലാത്ത പോയിന്റ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കിതൊക്കെ ഫെമിലിയർ ആയതുകൊണ്ടാണ് നമുക്കിത് ഓരോന്നും എളുപ്പമായി അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ ഇനി വരുന്ന എക്സാമുകൾക്കും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇനി വരുന്ന എക്സാമുകളിലും ഇതേപോലെ എളുപ്പമായി അനുഭവപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത എക്സാമുകളിൽ നമുക്ക് പലതും ടഫായി മാറും. അപ്പൊ ഏത് വിഷയമായിരുന്നാലും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് സിമ്പിളായി മാറുന്നത് എന്നുള്ള വസ്തുത തിരിച്ചറിയുക. മാത്രവുമല്ല, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഏരിയ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രാൻസ്ലേഷൻ, പെഡഗോജി, നഹവ് തുടങ്ങിയ ഏരിയകളിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ലിറ്ററേച്ചർ ഒന്നും നോക്കേണ്ടതില്ല എന്ന് വിചാരിക്കരുത്. മറിച്ച് എല്ലാം അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി നോക്കുമ്പോഴാണ് നമുക്ക് എക്സാം എളുപ്പമായി തീരുക എന്ന് തിരിച്ചറിയുക. ഏതായിരുന്നാലും നമുക്ക് ഇന്നത്തെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. നമ്മളെ എല്ലാ ഡിസ്കഷനിലും ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം കാണിക്കുകയും നിങ്ങൾ അതിന് ആൻസർ ചെയ്യുകയും ചെയ്യുക. ആവശ്യമായവർക്ക് നമ്മൾ വിശദീകരണം നൽകുന്നതായിരിക്കും. വിശദീകരണം നൽകുന്നത് ഇത് നന്നായി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരു റിവിഷൻ എന്ന അർത്ഥത്തിൽ കാണേണ്ടതുള്ളൂ. അറിയാത്ത ആളുകളെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ. അതോടൊപ്പം നമ്മൾ അടുത്ത മെയ് 8 നടക്കുന്ന UP എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഷുവർ ഷൂട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അഥവാ നമ്മുടെ സിലബസിന്റെ മിക്കവാറും ഏരിയകളൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതിന്റെ ഒരു സെഷൻ കൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വെറും 300 രൂപക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനപ്പെട്ട പോയിന്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇൻഷാല്ലാ ഡിസ്കഷൻ നടക്കുന്നത്. ഒരു ദിവസം മിനിമം 2 ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് റെക്കോർഡഡ് സെഷൻ കൂടി അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ശരി, നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. അൽ അദബു ഫിൽ അസ്റിൽ ജാഹിലി എന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് വന്ന വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. മിൻ അഷ്ഹരി അസ്വാഖി മക്ക ഫിൽ അസ്റിൽ ജാഹിലി. ജാഹിലി കാലഘട്ടത്തിലെ സൂക്കുകൾ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രധാനമാണ്. അക്കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ വളരുവാൻ ഏറെ സഹായകമായിട്ടുള്ള ഒരിടമാണ് അന്നത്തെ അസ്വാക്കുകൾ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 നമ്മൾ സാധാരണ എപ്പോഴും എണ്ണിപ്പടിക്കാറുണ്ട്. ആ 4 ഒന്ന് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോ സാധാരണ അതിൽ പ്രധാനപ്പെട്ട സൂക്കായി പഠിക്കുന്നത് ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ക്
ജാഹിലി കാലഘട്ടത്തിൽ അതെ സൂഖ് ഉക്കാലാണ് അല്ലെ. അപ്പൊ ആ സൂഖ് ഉക്കാൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിവിധ സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യുകയും വായിക്കുകയും ചെയ്തതാണ്. ബൈന നഖ്ല വ ത്വായിഫ് അല്ലെങ്കിൽ ബൈന നഖ്ല ബൈന ത്വായിഫ് വൽ മക്ക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആക്കാനായിട്ടാണ് അവിടെ ആ നഖ്ലയും ത്വായിഫും അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഇവിടെ ആൻസർ ചെയ്തതുപോലെ സൂഖു മജിന്നയാണ് ഇതിന്റെ ആൻസർ ആയി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സൂഖുൽ കെറം എന്ന് പറയുന്നതും ഇപ്പൊ അവിടെയുള്ള ഒരു നിലവിലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പൊ ജാഹിലി കാലഘട്ടത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ 4 സൂക്കുകളാണ്. ഒന്ന് സൂക്ക് മുക്കാള്, അതിലിപ്പോ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒന്നുകിൽ ബൈന നഖല വത്വായിഫ് അല്ലെങ്കിൽ ബൈന മക്ക വത്വായിഫ്. അത് ആരംഭിച്ചിരുന്നത് ദുൽഖാദ 1 മുതൽ ആരംഭിച്ചു, എന്നിട്ട് ദുൽഖാദ 20 വരെയായിരുന്നു അത് ഉണ്ടാവാറുണ്ടായിരുന്നത്. പിന്നെ അടുത്തതാണ് സൂഖു മജിന്ന, അതാണ് ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ മക്കയുടെ അടുത്ത പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്തിരുന്ന ഒരു സൂഖായിരുന്നു. ദുൽഖാദ അവസാനത്തെ 10-ലായിരുന്നു അത് നിലകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറെ 2 പ്രധാനപ്പെട്ട സൂക്കുകളാണ്, ഒന്ന് ദുൽ മജാസും പിന്നെ ദൗമത്തുൽ ജന്തൽ. ഈ 4 സൂക്കുകളുമാണ് സാധാരണഗതിയിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കാറുള്ളത്. അപ്പൊ അതൊന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വൺ. അതുപോലെ ജാഹിലി കാലഘട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് അയ്യാമുൽ അറബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അന്നത്തെ ഹുറൂബുകൾ. കാരണം ഒരുപാട് സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ ഷോറാക്കളുടെ കവിതയിലെ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ അന്നത്തെ യുദ്ധങ്ങളായിരുന്നു. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കവികൾ ഈ യുദ്ധങ്ങളിൽ ഹീറോകളായി അറിയപ്പെട്ട ഭാഗമായത് കൊണ്ടൊക്കെ തന്നെയാണ് നമുക്കിത് ലിറ്ററേച്ചറിൽ പ്രധാനമായി വരുന്നത്. ഓക്കെ, ഇതും എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പോൾ സാധാരണ എപ്പോഴും ഹർബുൽ ബസൂസ് ബക്കർ വ തഗലബ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ഓർഡർ എന്ത് ചെയ്ത് ആദ്യം തഗലബ് വ ബക്കർ എന്ന് കൊടുത്തു. അപ്പൊ ഇത് ഒരുപാട് എക്സാമുകളിൽ സെറ്റിന് കേട്ടറ്റിനൊക്കെ ചോദിച്ചതാണ്. ഒക്കെ മിക്കവാറും ആ ഓപ്ഷനുകളിലൊക്കെ വന്നത് ബക്കർ തഗലബ് എന്ന രൂപത്തിലാണ്. ഇവിടെ എന്ത് ചെയ്ത് നേരെ തിരിച്ചൊന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോ ബക്കർ തഗലബ് എന്നീ 2 ഗോത്രങ്ങൾ തമ്മിലാണ് ഈ ഒരു ഹർബുൽ ബസൂസ് നടന്നിട്ടുള്ളത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധവും കൂടെ 2 കബീലകൾ തമ്മിൽ നടന്നിട്ടുണ്ട് ഈ ഓപ്ഷനിൽ തന്നെ വന്ന. ഏതൊക്കെയാണ് ആ യുദ്ധം? ഏതാണ് ആ യുദ്ധം? അതെ, അബസ് റുബിയാൻ എന്നീ 2 ഗോത്രങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധം ഏതാണ്? അതെ, ദാഹിസ് വൽ ഖബ്റാ, ഹർബു ദാഹിസ് വൽ ഖബ്റാ. അതിന്റെ മറ്റൊരു പേരാണ് ഹർബു സിബാഖ് എന്ന് പറയുന്നത്, ഹർബു സിബാഖ്. അപ്പൊ അതില് ഹർബുൽ ബസൂസ് ബക്കറും തഗലബും തമ്മിൽ. അപ്പൊ അതില് തഗലബ് ഗോത്രക്കാരനായിട്ടുള്ള പ്രസിദ്ധനായ ഒരു കവിയാണ് അതിലെ ഹീറോ ആയിട്ട് സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോ കഴിഞ്ഞ ഈ കഴിഞ്ഞ HS അല്ല, അതിനു മുമ്പത്തെ HS എക്സാമിനേഷൻ ചോദിച്ചിരുന്നത് ആ ഒരു ദാഹിസ് വൽ ഹർബു അൽ ബസൂസിലെ ഹീറോയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതെ, മുഹൽഹിൽ ഇബ്നു റബീഅ. അപ്പോ മുഹൽഹിൽ ഇബ്നു റബീഅ അത്തഗ്ലബി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ദാഹിസ് വൽ ഖബ്റ എന്ന് പറയുന്നത് അബസ് വ ദുബിയാൻ തമ്മിലാണ്. അപ്പൊ അതില് അബസ് ഗോത്രക്കാരനായിട്ടുള്ള ഒരു കവിയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതെ, അൻതറത്ത് ഇബ്നു ഷിദ്ദാദ് അൽ അബസി, അദ്ദേഹമാണ് അതിലെ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് നമുക്കിതിൽ ഓർത്തു വെക്കാനുള്ളത്. ഒന്ന് ഹർബുൽ ബസൂസ്, അതുപോലെ തന്നെ ദാഹിസ് വൽ ഖബ്റ, പിന്നെ ഹർബുൽ ഫിജാർ. അതുമായി ബന്ധപ്പെട്ട ആകെ ഒരു പോയിന്റ് നമ്മൾ പ്രധാനമായും ഓർത്തു വെക്കേണ്ടതുള്ളൂ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അഥവാ ജാഹിലി കാലഘട്ടത്തിൽ പങ്കെടുത്ത ഏക യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധമാണ് ഹർബുൽ ഫിജാർ. പ്രവാചകരുടെ 15 അല്ലെങ്കിൽ 14 വയസ്സ് പ്രായമുള്ള സമയത്താണ് അതിൽ പങ്കെടുത്തത് എന്നാണ് കാണുന്നത്. പിന്നെ ഹർബു ദീഖാർ, മറ്റൊരു യുദ്ധമാണ്. അറബികളും പേർഷ്യക്കാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ഹർബു ദീഖാർ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഓർത്തു വെക്കുക. ഇത് പലപ്പോഴും മാറി മാറി എക്സാമുകൾക്ക് വരാറുണ്ട്. അടുത്തൊരു ചോദ്യം.
അപ്പോ മൂന്നാമത്തെ ചോദ്യമാണ് ജാഹിലി പീരീഡിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ലിറ്ററേച്ചറും നമ്മൾ അവഗണിച്ചുകൂടാ. നമുക്ക് പൊതുവെയുള്ള ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിലൊക്കെ ലിറ്ററേച്ചറിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും അതായിരിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഇത് ലിറ്ററേച്ചറിൽ നിന്ന് തീരെ വന്നിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു PSC എക്സാമിൽ 100 ക്വസ്റ്റ്യനിൽ 80 ക്വസ്റ്റ്യനാണ് നമുക്ക് അറബിക്കിൽ നിന്ന് വരുന്നത്. അപ്പൊ അതിൽ ഇതേപോലെ ലിറ്ററേച്ചറിൽ നിന്ന് വരുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. ഓക്കെ, അതെ, വളരെ സിമ്പിൾ ആയ രൂപത്തിലുമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ മുഅല്ലഖാത്തുൽ അശ്റിൽ പെടാത്തതാണ്. അപ്പൊ അതില് അബീദ് ഇബ്നു അബ്റസ്, അൽ ആയിഷ, അന്നാബിഗ, ഇവര് മൂന്നും അതിൽപ്പെട്ടതാണ്. എന്നാൽ ഖൻസാഇനെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഏത് കാലഘട്ടത്തിലാണ് അവരെ നമ്മൾ പഠിക്കുന്നത്? ഖൻസാ. ജാഹിലി കാലഘട്ടത്തിലും അവർ ജീവിച്ചു, കവിത രചിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചു, കവിത രചിച്ചു. അതുകൊണ്ട് അതെ, അശ്ശുഅറാ ഉൽ മുഖ്ലറമൂൻ എന്ന ഇനത്തിലാണ് നമ്മൾ എണ്ണാറുള്ളത്. അപ്പൊ ഇവര് മിനശ്ശുഅറാഇൽ മുഖ്ലറമീൻ. ആര്? ഖൻസാ, തുമാലിർ ബിൻത് അംർ ബിൻ ഷരീദ് എന്നാണ് അവരുടെ പേര്, നമുക്കറിയാം. മാത്രവുമല്ല അവരുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ഇപ്പൊ ഇതേപോലെ ഇവിടെ പോകുന്ന ഓപ്ഷനിൽ ഓട് വണ്ണായിട്ട് അവർ വന്നു. വേറൊരു ചോദ്യവും അവരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യം പറയാം. അപ്പൊ ഇവിടെ അബീദ് ബിൻ അബ്റസ്, ആയിഷ, നാബിക, ഈ 3 ആളുകളും 7ൽപ്പെട്ട ആളുകളല്ല. എന്ന് വെച്ചാൽ അൽ മുഅല്ലഖാത്ത് സബ്ഇൽ ഇവർ വരുന്നില്ല. അതിന് പുറമെയായി നമ്മൾ പഠിച്ച 3 പേരാണ് ഈ 3 പേർ. അപ്പോ ടോട്ടലി 10 പേരാണ് മുഅല്ലഖാത്തുൽ അശ്റിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 പേര്: ഇംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമ, തൊറഫത്ത് ബിൻ അബ്ദ്, ലബീദ് ബിൻ റബിയ, അൻതറത്ത് ബിൻ ഷിദ്ദാദ് അൽ അബസി, അംർ ബിൻ കുൽസും അത്തഗ്ലബി, ഹാരിത്ത് ബിൻ ഹില്ലിസ അൽ യഷ്കരി. അങ്ങനെ 7 പേരാണ് മുഅല്ലഖാത്തു സബ്ഇൽ വരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? ഇവരിലേക്ക് തന്നെ റാവിമാർ അല്ലെങ്കിൽ മുഅർരിഖീങ്ങൾ 3 ആളുകളെ കൂടി ആഡ് ചെയ്ത് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് അൽ അശ്റാണ്, 10 എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വരുന്ന 3 പേരാണ് ഇപ്പൊ ഈ ഒരു ഓപ്ഷനിൽ വന്നത്: നാബിഗത്തു ദുബിയാനി, അതുപോലെ തന്നെ ആയിഷ, അബീദ് ബിൻ അബ്റസ്. ഇങ്ങനെ പിന്നെ 10 പേരാണ് ടോട്ടലി ഈ മുഅല്ലഖാത്തുൽ അശ്റിൽ വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവരെയൊക്കെ കുറിച്ച് ബ്രീഫായ രൂപത്തിൽ നമ്മൾ എന്തായിരുന്നാലും നോക്കി വെക്കണം. പലപ്പോഴും ചോദ്യങ്ങളിലൊക്കെ വരാറുള്ള ആളുകൾ തന്നെയാണ് ഈ ആളുകളൊക്കെ. അടുത്തത് 4ാമത്തെ ചോദ്യം. അപ്പൊ ജാഹിലി കഴിഞ്ഞു, ഇനി ഇസ്ലാമിക് പീരീഡിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഭാഗത്ത് നിന്നും ചോദ്യം വന്നു. ഇഷ്തഹറത് തുമാലിർ ബിൻത് അംർ ബിൻ അൽ ഹാരിസ് അശ്ശരീദ് ഫി അശ്ശഅരി ബിരിസാഇഹ അൻ അഖവൈഹ വവാഹിദിൻ മിൻഹുമ. അപ്പൊ തുമാലിർ ബിൻത് അംർ എന്ന് പറയുന്നതാണ് ഖൻസാ അല്ലെ. അവര് ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത് അവരുടെ റിസായിലുള്ള കവിതയിലാണ്. എന്ന് വെച്ചാൽ വിലാപകാവ്യത്തിലാണ്. 2 സഹോദരന്മാരെ റിസാ ചെയ്തിട്ടാണ് അവർ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, വവാഹിദിൻ മിൻഹുമ. അപ്പൊ സഹോദരന്മാരെയാണ് അവർ റിസാ ചെയ്തിട്ടുള്ളത്. അതെ, അപ്പോ എല്ലാവരും ആൻസർ ചെയ്തത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, മുആവിയ. അപ്പൊ അതിനോടുകൂടെ സ്വാഭാവികമായിട്ടും 2ൽ ഒരാൾ ചോദിക്കുമ്പോൾ 2ാമത്തെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പൊ 2ാമത്തെ ആൾ എല്ലാവർക്കും അറിയാം. കാരണം മിക്കവാറും എല്ലാ ഇടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ആളാണ്. ഈ ഒരു ഖൻസാഇനെ കുറിച്ച് പറയുമ്പോൾ സൊഹറാണ്. അതെ, അപ്പൊ സൊഹറും മുആവിയയുമാണ് ഈ 2 പേർ. അതിൽ മുആവിയയാണ് ഇപ്പൊ ഇവിടെ ഓപ്ഷനിലുള്ളത്. ഇനി അതോടൊപ്പം അവരുടെ 4 മക്കൾ ഷഹീദായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാലോ? അവരുടെ 4 മക്കൾ, അതെ, ഖാദിസിയ യുദ്ധത്തിലാണ് അവരുടെ 4 മക്കൾ ഷഹീദായിട്ടുള്ളത്. ഇനിയിപ്പോ അതില് ഈ 4 മക്കൾ അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4 ആൺമക്കൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതില് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവർക്ക് 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭർത്താവിൽ 3 ആൺമക്കളും മറ്റൊരു ഭർത്താവിൽ 1 ആൺമകനുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രൂപത്തിലൊക്കെ കാണാം. ഏതായിരുന്നാലും ഖാദിസിയ യുദ്ധത്തിലാണ് ആ 4 പേരും ഷഹീദായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മുആവിയയും സൊഹറുമാണ് ഈ 2 സഹോദരന്മാർ എന്നുള്ളത് ഓർത്തു വെക്കുക. യൗമുൽ കിലാബ് അല്ലെ, യൗമുൽ കിലാബ് എന്ന് പറയുന്ന യുദ്ധത്തിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? ഈ രൂപത്തിൽ
കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ അൽ ഹദീസുൽ മുത്തവാത്തിർ. അപ്പോ ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ വരുന്ന ഒരു മറ്റൊരു ഏരിയയാണ് ഹദീസുമായി ബന്ധപ്പെട്ട ഏരിയ. ഒന്നുകിൽ ഖുർആന്, അല്ലെങ്കിൽ ഹദീസ്, അല്ലെങ്കിൽ പ്രവാചകർ, പ്രവാചകരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇനി പ്രവാചകന്റെ അനുചരന്മാരുമായി ബന്ധപ്പെട്ട്, അതിൽ തന്നെ പ്രധാനപ്പെട്ട 4 ഖലീഫമാർ ഖുലഫാ ഉർ റാഷിദീങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഏറ്റവും ഉറ്റവരായ അനുചരന്മാർ, ഈ ഖുലഫാ ഉർ റാഷിദീങ്ങൾക്ക് പുറമെയുള്ള അനുചരന്മാരെ കുറിച്ച് ഒക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആൻസറും അത് തന്നെയാണ്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ ഹദീസുല്ലദി റവാഹു അദദുൻ കബീർ മിനർ റുവാത്തി ഫി കുല്ലി സിൽസിലത്തിൻ റിവായ എന്ന് വെച്ചാൽ പ്രവാചകരിൽ നിന്നും ഒരു ഹദീസ്, ഈ ഒരു ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുഹദ്ദിസിലേക്ക് എത്തുന്നത് ഓരോ പരമ്പരയിലൂടെ ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രവാചകരിൽ നിന്ന് പ്രവാചകന്റെ ഏറ്റവും അടുത്ത സഹോദരൻ, പിന്നെ അനുചരന്മാർ കേട്ടു, സ്വഹാബത്ത് കേട്ടു. പിന്നെ ആ സ്വഹാബി അല്ലെങ്കിൽ എത്ര സ്വഹാബികളാണോ ഉള്ളത് അവരെന്ത് ചെയ്യുന്നു, അടുത്ത ഒരു തലമുറയിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, അഥവാ താബിഈങ്ങളിലേക്ക്. പിന്നെ താബിഈങ്ങൾ അടുത്ത തലമുറയിലേക്ക്, അങ്ങനെ അടുത്ത തലമുറയിലേക്ക് അങ്ങനെ പോയിട്ടാണ് നമ്മളിപ്പോ ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം, തുർമുദി, നസായി, ഇബ്നു മാജ തുടങ്ങിയ മുഹദ്ദിസുകളൊക്കെയാണ് ഇത് ക്രോഡീകരിച്ചത്, അവരിലേക്ക് ഹദീസ് എത്തുന്നത്. അപ്പോ ബുഖാരി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും ഹദ്ദസനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉസ്താദ് പറയും. ആ ഉസ്താദ് കേട്ടു ആരിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്. അങ്ങനെ പോയിട്ട് താബിഈ, സ്വഹാബി, പ്രവാചകർ, അങ്ങനെ എത്തുന്ന ഒരു പരമ്പരയാണ് സാധാരണ ഹദീസിന് ഉണ്ടാവുക. ഇത് നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് അറിയാം. എന്നാൽ ഈ ഒരു ലിറ്ററേച്ചർ എന്ന അർത്ഥത്തിൽ മാത്രം പഠിക്കുന്ന മറ്റു പുതുതായിട്ടുള്ള ആളുകൾ കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് കൂടി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പൊ അതില് ആ പരമ്പരയിൽ സ്വാഭാവികമായിട്ടും പ്രവാചകരിൽ നിന്ന് ഹദീസ് കേൾക്കുന്നവരിൽ ഇപ്പോൾ ഒരു സംഘം ആളുകൾ എന്ത് ചെയ്യുന്നു, ഹദീസ് കേൾക്കുന്നു. പിന്നീട് അവരിൽ നിന്ന് അടുത്ത ഒരു സംഘമായിട്ട് മറ്റൊരു വിഭാഗം കേൾക്കുന്നു, പിന്നീട് അടുത്തൊരു സംഘം, അങ്ങനെ ഓരോ പരമ്പരയിലും കുറച്ച് സംഘം ആളുകൾ കേട്ട് ആ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തു വരുന്ന ഹദീസുകൾക്കാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുന്നത്. ഇപ്പോ 2 കാറ്റഗറി ആയിട്ടാണ് സാധാരണ ഹദീസിനെ ഈ ഗണത്തിൽ പറയാം. ഒന്ന് മുത്തവാത്തിർ, മറ്റൊന്ന് ആഹാദ്. ഇപ്പോ ആഹാദായ ഹദീസ് ആണെങ്കിലും സ്വഹീഹായ ഗണത്തിൽ തന്നെയാണ് പരിഗണിക്കാറുള്ളത്. എങ്ങനെയാണെങ്കിൽ അതിന്റെ നിബന്ധനകൾ ശരിയായി വരികയാണെങ്കിൽ. ഇപ്പോ ആഹാദായ ഹദീസുകളിൽ ഒരുപക്ഷെ ചിലപ്പോ ചില ഏരിയയിൽ ചിലപ്പോ ഒരാളോ അല്ലെങ്കിൽ 2 ആളോ ഒക്കെ ആയിരിക്കും ഇതേപോലെ പരമ്പരയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്നാലും അതില് സ്വഹീഹിന്റെ നിബന്ധനകൾക്കൊത്താണ് വരുന്നതെങ്കിൽ അത് സ്വഹീഹായ ഹദീസ് തന്നെ ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. അപ്പോൾ ഹദീസുകളിൽ പൊതുവിൽ പണ്ഡിതന്മാർ 2 വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോ മുത്തവാത്തിറും, മറ്റൊരു വിഭാഗം ഖബറുൽ ആഹാദ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ 2 വിഭാഗങ്ങൾക്കും പുറമെ ഇപ്പോ ഹനഫി മദ്ഹബിൽ അല്ലെങ്കിൽ ഹനഫി വീക്ഷണം അനുസരിച്ച് മൂന്നാമതൊരു ഇനവും കൂടി പരിചയപ്പെടുത്താറുണ്ട്. അൽ മഷ്ഹൂർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോ ഒരു കാരണവശാലും പിഴവോ കളവോ വ്യാജമോ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധം അനേകം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ അടുത്ത തലമുറയിലേക്ക്, അടുത്ത തലമുറയും ഇതേപോലെ അതിന് പിഴവോ കളവിനോ സാധ്യമില്ലാത്ത രൂപത്തിൽ അടുത്ത തലമുറയിലേക്ക്, അങ്ങനെ ആ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലേക്ക് വരെ എത്തുന്ന ഹദീസുകൾക്കാണ് ഹദീസുൽ മുത്തവാത്തിർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം, മൻ ഹുവൻ നാഖിദുൽ മഷ്ഹൂർ ഫിൽ അദബിൽ അറബി ബൈന ഹഉലായി. താഴെ 4 സാഹിത്യകാരന്മാരെ ഉദബാക്കളെ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധനായ നാഖിദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ ഈ കൂട്ടത്തിൽ നാഖിദായി വരുന്നത് ഒരാൾ തന്നെ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ തന്നെയാണ്. പക്ഷെ ഇതിൽ നാഖിദായി വരുന്നതും മാത്രമല്ല, നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകമായി അന്നഖദ് എന്ന ഒരു ഏരിയ ചർച്ച ചെയ്തപ്പോൾ തന്നെ അതിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. അതിൽ മോഡേൺ പീരീഡിൽ നഖദിന്റെ ഏരിയയിൽ നമ്മൾ വിശദമായി പറഞ്ഞ ആളാണ് ത്വഹ ഹുസൈൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ ത്വഹ ഹുസൈനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ. അപ്പൊ അദ്ദേഹം പിന്നെ ഒരു ഗദ്യ സാഹിത്യത്തിൽ അറിയപ്പെട്ട ആളാണ്. അതിൽ തന്നെ റിവായ, ഖിസ്സ, മഖാല ഇതൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു പ്രസിദ്ധനായ നാഖിദ് കൂടിയായിരുന്നു. കൂട്ടത്തിൽ ചോദിക്കാം, അദ്ദേഹത്തിന് 2 ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ആ ഡോക്ടറേറ്റ്, രണ്ടാമത്തെ ഡോക്ടറേറ്റ് അദ്ദേഹം നേടിയത് എവിടെ നിന്നാണ്? ത്വഹ ഹുസൈന്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റ് നേടിയത് എവിടെ നിന്നാണ്? ഏത് വർഷമാണ്? ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, നോക്കാൻ വേണ്ടിയിട്ട്, അറിയാത്ത ആളുകളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു എന്ന് മാത്രം. എന്നുവെച്ചാൽ ത്വഹ ഹുസൈനൊക്കെ കുറിച്ച് എപ്പോഴും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത UP എക്സാമിനൊക്കെ. അതെ, 1917 ഫ്രാൻസിലെ സൊർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. ആദ്യത്തെ ഡോക്ടറേറ്റ് അതിന്റെ തൊട്ട് 3 വർഷം മുമ്പ് 1914 ഈജിപ്തിലെ ജാമിയത്തുൽ ഫുആദുൽ അവ്വലിൽ നിന്നാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഓക്കെ, മിസ്റിലെ. അതോടൊപ്പം അഡോണിസ് ഷിഅറിലാണ് അറിയപ്പെട്ടത് മോഡേൺ പീരീഡിൽ. അദ്ദേഹവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. നജീബ് മഹ്ഫൂദ് നസറിൽ അഥവാ റിവായയിലാണ് അദ്ദേഹം ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ഖലീൽ ജുബ്രാൻ അദ്ദേഹം ഷിഅറിലും നസറിലും അറിയപ്പെട്ടിട്ടുണ്ട് കൂടുതലായിട്ട്. പിന്നെ അദ്ദേഹത്തിന് ഈ 2 ഏരിയയിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ മഹ്ജറിൽ, ഷിഅറിലും നസറിലും അദ്ദേഹത്തിന് സംഭാവനകളുണ്ട്. ത്വഹ ഹുസൈൻ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഷിഅർ, നസർ, ഷിഅർ കുറവാണ്, നസറില് റിവായ, ഖിസ്സ, മഖാല ഈ ഏരിയകളിലൊക്കെ പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ്. അതോടൊപ്പം പ്രസിദ്ധനായ ഒരു നാഖിദ് കൂടിയായിരുന്നു. ഓക്കെ, അപ്പൊ അതില് മഹ്ജർ ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദീബ് എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന ആളാണ്. എന്നാൽ അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ അദബുൽ മഹ്ജറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷായർ എന്ന് പറയുന്നത് ഈലിയ അബൂമാദിയാണ്. നമുക്കറിയാവുന്ന ഒരു പോയിന്റാണ്. ഇനി അടുത്തത് മിൻ അഹദി അൻ-നുഖാദ് അൽ അദബിയീന അൽ ബാരിസീന ഫിൽ അസ്റിൽ അബ്ബാസി. ഇവിടെയും നഖദുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നഖദ് ഓരോ കാലഘട്ടവുമായി ചർച്ച ചെയ്തപ്പോൾ തന്നെ ഓരോ കാലഘട്ടത്തിലെയും പ്രസിദ്ധരായ നാഖിദുകളെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളൊക്കെ കുറിച്ച് വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് അല്ലെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ എ ഇബ്നു ഖുതൈബ. ഇബ്നു ഖുതൈബയുടെ പേരെന്താണ്? ഇബ്നു ഖുതൈബ എന്ന് പറയുന്ന അദ്ദേഹം അറിയപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ വല്യുപ്പയിലേക്ക് ചേർത്തിയിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഓക്കെ, യെസ്, ശരി. അപ്പോ അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ നാഖിദാണ് ഇബ്നു ഖുതൈബ. എന്നാൽ ബാക്കിയുള്ള ആളുകൾ, ഫഖറുദ്ദീൻ റാസി, അദ്ദേഹത്തെ നമ്മൾ മിക്കവാറും ചർച്ച ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലൊക്കെ വരാറുള്ളത് തഫ്സീറുമായി ബന്ധപ്പെട്ടാണ്. തഫ്സീറുൽ കബീർ അല്ലെങ്കിൽ തഫ്സീറുർ റാസി, ഇനി അതല്ലെങ്കിൽ ഫുതൂഹുൽ ഗൈബ് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ തഫ്സീറാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ വാഖിദി എന്ന് പറയുന്നതും അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. ഇസ്ലാമിക് ഇസ്ലാമിക ചരിത്രം, താരീഖുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട ആളാണ് വാഖിദി. ഓക്കെ, ഫി താരീഖ്. ഇനി അടുത്തത് ഫാറാബിയാണ്. ഫാറാബിയെ പിന്നെ നമുക്കൊക്കെ അറിയാം അല്ലെ, അദ്ദേഹം ഫിലോസഫിയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫിലോസഫിയിലെ ആദ്യത്തെ ഫിലോസഫർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് അൽ ഫാറാബി. അപ്പോ ഇബ്നു ഖുതൈബയുടെ പേര് അബൂ മുഹമ്മദ് എന്ന ഒരു കുനിയത്ത് കൂടെ അദ്ദേഹത്തിനുണ്ട്. അബ്ദുള്ള എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് നിങ്ങൾ പറഞ്ഞ മുസ്ലിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വല്യപ്പയുടെ പേരാണ് ഇബ്നു ഖുതൈബ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ചേർത്തിയിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അബൂ മുഹമ്മദ് അബ്ദുല്ലാഹ് ഇബ്നു മുസ്ലിം ഇബ്നു ഖുതൈബ. കാലഘട്ടം ഹിജ്റ 213 മുതൽ 276 വരെയാണ്. ഇവരെയൊക്കെ കുറിച്ച് എപ്പോഴും ചോദ്യങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു പോകുന്നത്. നോക്കൂ, അദ്ദേഹത്തെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആയിരുന്നു ഇതും അല്ലെ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഒരു സ്ലൈഡിൽ മാത്രം ഈ 3 സ്ലൈഡ് പിന്നെ പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ പുസ്തകത്തിന്റെയും കളർ പിന്നെ പ്രിന്റും നമ്മൾ കാണിച്ചിരുന്നു, എന്ന് വെച്ചാൽ പുറംചട്ടയും. ഓക്കെ, അപ്പോ കിതാബുൽ മആരിഫ്, അതുപോലെ തന്നെ കിതാബ് അശ്ശഅർ വശ്ശുറാ, ഉയൂനുൽ അഖ്ബാർ, ഇവ 3 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട
വർക്കുകളാണ്. അതിൽ കിതാബുൽ മആരിഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതൊരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. ഏതൊക്കെ ഏരിയയാണ് അതിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ നഖദ് അല്ലെങ്കിൽ നാഖിദ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് അഷ്യാറു വഷോറാ എന്ന് പറയുന്ന ഗ്രന്ഥവും. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അയൂനുൽ അഖ്ബാർ മറ്റൊരു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇനി ഇത് കൂടാതെ പലപ്പോഴും ചോദിക്കുന്ന ഒരു പുസ്തകമാണ് ഏത് പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വർക്ക്? ഇബ്നു ഖുതൈബയുടെ വേറൊരു പ്രധാനപ്പെട്ട പുസ്തകവും കൂടിയുണ്ട്. അതേതാണ്? അദബുൽ കാത്തിബ്. അദബുൽ കാത്തിബ്. അഷ്യാർ വഷോറ ഇവിടെ വന്നു. അതോടൊപ്പം അദബുൽ കാത്തിബ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. അതുകൂടെ ഇപ്പോ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് മനസ്സിലാക്കുക. ഇനി ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇപ്പൊ ഇവിടെ ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥമല്ലാത്തത്. അതും നമ്മൾ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. നഖദിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ആളാണ് അഹ്മദ് അമീൻ. അഹ്മദ് അമീന്റെ നഖദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അൻ നഖദുൽ അദബി എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി അദബുൽ മഹ്ജറുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും വന്നു. ആ ഒരു ചോദ്യമാണ് ഇപ്പൊ ഇവിടെ നാം കാണുന്നത്. റഈസു തഹരീർ ജരീദ അസ്സായിഹ് അൽ അറബിയ അല്ലത്തി അസ്ദറത് മിൻ ന്യൂയോർക്ക്. ഓക്കെ, അപ്പോ അദബുൽ മഹ്ജറിൽ നിന്നും ചോദ്യം വന്നതായി നാം കാണുന്നു. അപ്പോൾ ലിറ്ററേച്ചറിന്റെ മിക്കവാറും ഏരിയകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അസ്സായിഹ് എന്ന് പറയുന്നത് അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ ഗ്രന്ഥമാണ്. ഇദ്ദേഹം ഏത് ഏരിയയിലാണ് വരുന്നത്? അദബുൽ മഹ്ജറിൽ തന്നെ 2 ഏരിയ ഉണ്ട് അല്ലെ, ജനൂബും ഉണ്ട്, അതുപോലെ തന്നെ ഷമാലും ഉണ്ട്. അതിൽ ഏത് ഏരിയയിലാണ് ഇദ്ദേഹം വരുന്നത്? അതെ, ഷിമാലിലാണ് അല്ലെ. എന്ന് വെച്ചാൽ ഖലീൽ ജബ്രാന്റെ നേതൃത്വത്തിലുള്ള റാബിത്തത്തുൽ കലമിയയുടെ ആളുകളാണ് ഈ പറയുന്ന ആരൊക്കെ? ഖലീൽ ജബ്രാൻ, ഇലിയ ബൂമാലി, മീഖായിൽ നുഐമ, അവരോടൊപ്പം തന്നെയാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദും വരുന്നത്. ഓക്കെ, ഇദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചാലോ? ന്യൂയോർക്കിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു വന്നതാണ്. ഏത് രാജ്യത്തിലാണ് ഇദ്ദേഹം? അതെ, സിറിയക്കാരനായിരുന്നു. റാബിത്തത്തുൽ കലമിയയുടെ ആ ഒരു സംഘടനയിൽ അംഗമായിരുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് ഇവിടെയുള്ള ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പത്രം എന്ന് വെച്ചാൽ ജരീദത്തു സായിഹ്. 1912 അതെന്ത് ചെയ്തിട്ടുള്ളത്? സ്ഥാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1912 ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അൽ ഖലീൽ ഇബ്നു അഹ്മദ് മഷ്ഹൂറുൻ ഫി മജാലി. ഖലീൽ ഇബ്നു അഹ്മദ്. ഓക്കെ, സിമ്പിളായ ചോദ്യമാണ്. കാരണം ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുള്ളയെ മിക്കവാറും എല്ലാവരും പരിചയപ്പെട്ടത് തന്നെ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഇൽമുൽ അറൂലുമായി ബന്ധപ്പെട്ട് അല്ലെ. അതോടൊപ്പം ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുള്ളക്ക് പ്രധാനപ്പെട്ട 2 ഏരിയകളിൽ കൂടി അദ്ദേഹം പ്രസിദ്ധനാണ്. നമുക്കറിയാം, ഒന്ന് ഇൽമുൻ നഹ്വിലെ ആദ്യമായി ഗ്രന്ഥരചന നടത്തിയ ആളാണ് ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുള്ള. പിന്നെ അതേപോലെ തന്നെ അറബിക്കിലെ ആദ്യത്തെ ഡിക്ഷണറി അതും അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. അപ്പൊ അവ രണ്ടും നിങ്ങൾക്ക് വേഗം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടാനും അറിയുന്ന നിങ്ങൾക്ക് ഒന്നുകൂടെ പുതുക്കി പോവാനും കൂടിയിട്ടാണ്. അപ്പോ ഇൽമുൻ നഹ്വിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് കിതാബുൽ ജുമൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. കിതാബുൽ ജുമൽ, അതാണ് ഇൽമുൻ നഹ്വിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കിതാബു സീബവൈഹി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. സീബവൈഹി ഇമാമിന്റെ അൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോ ഈ സീബവൈഹി ഇമാമിന്റെയും ഉസ്താദാണ് ആര്? ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുള്ള. അപ്പൊ അദ്ദേഹത്തിൻ്റെതാണ് കിതാബുൽ ജുമൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യമായി ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുള്ളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2023 ഓഗസ്റ്റിൽ നടന്ന കേട്ടറ്റ് എക്സാമിനേഷൻ അങ്ങനെ തന്നെ ചോദിച്ചു. ഖലീൽ ഇബ്നു അഹ്മദ് അവ്വലു മൻ സന്നഫ ഫി ഡാഷ് എന്ന് പറഞ്ഞായിരുന്നു ചോദിച്ചിരുന്നത്. ഇൽമുൻ നഹ്വിലെ ആദ്യമായി ഗ്രന്ഥരചന നടത്തിയ ആളാണ്. അതുപോലെ പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഫിൽ മുഅജം അല്ലെങ്കിൽ ഫിൽ ഖാമൂസ്. ആദ്യമായിട്ട് അവ്വൽ മൻ അല്ലഫ ഫിൽ ഖാമൂസ് അല്ലെങ്കിൽ ഫിൽ മുഅജം എന്ന് പറയുന്നതും ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുള്ളയാണ്. കിതാബുൽ ഐൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഓർത്ത് വെക്കുക.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അറൂലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചോദ്യമാണ് മാ ഹുവൽ അജ്സ് ഫി ബൈത്തി ഷിഅർ. ഇതൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി ഓരോ കവിതയുടെ ഒരു കവിത കാണിച്ച് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോയ ഭാഗമാണ്. ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതില് മിസ്റാ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മറ്റൊരു പര്യായ പദമായിട്ട് വരാറുള്ള ഷത്ർ എന്ന് പറയുന്ന പദം, അതും പലപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചതാണ്. ഓക്കെ, ആരും തെറ്റിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലെ. അപ്പോ അജ്സ് ആണ് ചോദിച്ചത്. അൽ മിസ്റാ ഉസാനി മിനൽ ബൈത്ത്, അൽ മിസ്റാ ഉസാനി മിനൽ ബൈത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇനിയും ആർക്കെങ്കിലും അറിയാത്തതോ മറന്നവരോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ് ആ ഭാഗം. എന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് തന്നെ വന്ന ഒരു വരിയായിരുന്നു ഇത്. ഉലിദൽ ഹുദാ ഫൽ കാഇനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ. അല്ലെ, ഇതിലിപ്പോ ഒരു കവിതയ്ക്ക് സ്വാഭാവികമായിട്ടും ഇതേപോലെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ഭാഗത്തിനാണ് എന്ത് പറയാ, അൽ മിസ്റാ ഉൽ അവൽ മിനൽ ബൈത്ത് എന്ന് പറയാ. ഒരു ബൈത്തിന്റെ ഒന്നാമത്തെ ഭാഗം. മിസ്റ എന്ന് വെച്ചാൽ പൊളി എന്ന് നമ്മൾ സാധാരണ പറയും. ഒരു വാതിലിന് രണ്ട് പൊളി ഉണ്ടെങ്കിൽ അതിൽ ഒന്നാം പൊളിക്ക് മിസ്റാ ഉൽ അവൽ എന്നും രണ്ടാം പൊളിക്ക് മിസ്റാ ഉസാനി എന്നുമാണ് പറയാ. ഓക്കെ, അപ്പൊ അവിടെ ഒന്നാം ഭാഗത്തിനാണ് മിസ്റാ ഉൽ അവൽ എന്ന് പറയുന്നത്. രണ്ടാം ഭാഗത്തിന് മിസ്റാ ഉസാനി മിനൽ ബൈത്ത് എന്നും പറയും. അതിൽ ഒന്നാം ഭാഗത്തിന് ഒരു പേരും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസ്വദർ എന്നാണ് അതിന് പറയാ. മിസ്റാ ഉൽ അവൽ മിനൽ ബൈത്ത്, അതിന് അസ്വദർ. ഇനി മിസ്റാ ഉസാനി മിനൽ ബൈത്തിന് എന്ത് പറയും? അൽ അജ്സ്. അതാണ് ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. മാഹുവ അൽ അജ്സു ഫി ബൈത്തി ഷിഅർ. ഒരു ഷിഅറിന്റെ ഒരു ബൈത്തിന്റെ അജ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അൽ മിസ്റാ ഉസാനി മിനൽ ബൈത്ത് എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അതൊന്നും തെറ്റിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അടുത്തത് അറൂനിൽ നിന്നും വന്ന മൂന്നാമത്തെ ചോദ്യമാണ്. ഉലിദൽ ഹുദാ ഫൽ കാഇനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ എന്ന് തുടങ്ങുന്ന വരിയാണ്. അതിന്റെ 3 വരിയും കൊടുത്തിട്ടുണ്ട്. അപ്പോ പാടി നോക്കാനുള്ള ആളുകൾക്ക്, അങ്ങനെ മുറിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് സൗകര്യത്തിനായിട്ടായിരിക്കും 3 വരി കൊടുക്കുന്നത്. അപ്പോ പലരും പാടി നോക്കി, പക്ഷെ മണിദീപമേ മക്കിയിൽ തന്നെ കൂടി എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടു. മണിദീപമേ മക്കിയിൽ മാത്രം കൂടരുത്. ഓക്കെ, അത് നമ്മള് തൊവീൽ എന്ന ബഹറിന്റെ വസ്ന് പഠിക്കാൻ, അത് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. കാരണം ചില വരികൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. അതായത് സിഹാഫ് എല്ലത്തൊക്കെ സംഭവിച്ചാൽ തന്നെ മിക്കവാറും നമ്മൾ ഉദ്ദേശിച്ച അതേ ട്യൂണിൽ ചിലപ്പോൾ എല്ലൊന്നും പാടാൻ സാധിച്ചോളണമെന്നൊന്നുമില്ല. അപ്പോ അത് ആ വസ്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്ക് എങ്ങനെയാണോ തൊവീൽ എന്ന വസ്നിന്റെ തൊവീൽ എന്ന ബഹറിന്റെ വസ്ന് പാടി നമുക്ക് പരിചയമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ശീലമാക്കാൻ പറ്റുന്നത്, അതേ രൂപത്തിൽ നിങ്ങൾക്ക് പാടി ശീലിക്കാവുന്നതാണ്. ഉദ്ദേശം ഇത്രയാണ്, ആ വസ്നിൽ വരുന്ന ഏത് വരികളും പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പാടി നോക്കിയാൽ വേർതിരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഈ വരി എങ്ങനെ പാടിയാലും നമുക്ക് തൊവീൽ എന്ന വസ്നിൽ പാടാൻ സാധിക്കൂല. ഇപ്പൊ ഇവിടെ ഉലിദൽ ഹുദാ ഫൽ കാഇനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ലിദ്ദീനി വദ്ദുനിയാ ബിഹി ബുശറാഉ വൽ അർശു യസ്ഹു വൽ ഹളീറതു തസ്ദഹി വൽ മുൻതഹാ വസ്സിദ്റത്തുൽ അസ്മാഉ മുതഫാഇലുൻ മുതഫാഇലുൻ മുതഫാഇലു മുതഫാഇലുൻ മുതഫാഇലുൻ മുതഫാഇലു കമുലൽ ജമാലു മിനൽ ബുഹൂരിൽ കാമിലു മുതഫാഇലുൻ മുതഫാഇലുൻ മുതഫാഇലു. അപ്പോ ആ ഒരു ശൈലി അനുസരിച്ച് ഇനിയിപ്പോ ഇതിൽ വേറെ ഏതും, ഇപ്പൊ തൊവീലാണെങ്കിൽ അത് ഫഊലുൻ മഫാഇലുൻ എന്നാണ്. ഒരിക്കലും നമുക്ക് ഇതനുസരിച്ച് അത് പാടാൻ കഴിയില്ല. വാഫിർ ആണെങ്കിൽ ബുഹൂറു ഷിഅരി വാഫിറുഹാ ജമീലു മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലു എന്നാണ്. അതും നമുക്ക് പാടാൻ കഴിയില്ല. ഈ ഒരു വസ്ന് ആ ശൈലിയിലും പാടാൻ കഴിയില്ല. പിന്നെ അടുത്തത് മദീദാണെങ്കിൽ ലി മദീദി ഷിഅരി ഇന്ദി സിഫാത്തു ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ.
എന്ന രൂപത്തിലാണ് അത് വരുന്നത്. അപ്പൊ അതും നമുക്ക് ഇതേ രൂപത്തിൽ പാടാൻ സാധിക്കില്ല. അപ്പോ കാമിൽ എന്ന ബഹറിൽ മാത്രമേ പാടാൻ സാധിക്കുള്ളൂ. ഇനി മറ്റൊരു വഴി കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാടി മുറിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുറിക്കാൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പോ മുറിച്ച് നോക്കിയിട്ടും ചിലർക്ക് ആദ്യ ഭാഗം ഓക്കെ ആയി, പക്ഷെ ബാക്കി ഭാഗം നോക്കുമ്പോൾ റെഡി ആവില്ല. പക്ഷെ ആ റെഡി ആവുന്നില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം ഒറ്റ വരി തന്നെ ഇതിൽ മൊത്തത്തിൽ നോക്കിയാൽ നമുക്കവിടെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ വരി മാത്രം ജസ്റ്റ് നമുക്കൊന്ന് കത്തുകാൻ ചെയ്തു നോക്കാം. നോക്കൂ, ഇവിടെ ഇപ്പോ വലിദൽ ഹുദ ഫൽ കാഇനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ. അപ്പൊ അവിടെ വലിദൽ ഹുദ എന്ന് വെച്ചാൽ വലിദൽ ഹുദ എന്ന് പറയുമ്പോഴാണ് മുത്തഫാഇലുൻ. പിന്നെ ഫൽ കാഇന അടുത്ത മുത്തഫാഇലുൻ എന്നുള്ളടത്ത് അവിടെ എന്ത് ചെയ്തു? മുത്ഫാഇലുൻ എന്നായി മാറി. അത് നമ്മൾ സിഹാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഹാഫിൽ ഒരു ഇനമാണ്, ആകെ കാമിൽ എന്ന ബഹറിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഇനമാണ് ഇപ്പൊ അവിടെ വന്നിട്ടുള്ളത്. അതേതാണ്? കാമിൽ എന്ന ബഹറിന് മാത്രം സംഭവിക്കുന്ന സിഹാഫ് ഏതാണ്? സിഹാഫ് മുഫ്രദിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തകരാറാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഫൽ കാഇന എന്നുള്ളടത്ത് അതെ ഇൽമാർ സംഭവിച്ചു എന്ന് വെച്ചാൽ രണ്ടാമത്തെ മുത്തഹരിക്കിനെ സാക്കിനാക്കി മാറ്റുക. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഇപ്പൊ ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഇനി അടുത്തോടത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും മുത്തഫാഇലുൻ എന്ന് തന്നെ ആകുന്നുണ്ട്. പക്ഷെ മുത്തഫാഇൽ എന്നേ വരുന്നുള്ളൂ. അവസാനത്തെ നൂന് പോയി എന്ന് വെച്ചാൽ അവിടെ നൂന് പോയിട്ട് തൊട്ട് മുമ്പുള്ളതിന് സുക്കൂനായി വന്നു. അത് നമ്മൾ ഇല്ലത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഇനമാണ്. അപ്പൊ അവിടെ മുത്തഫാഇൽ എന്നായി മാറി. അപ്പം മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇൽ. പിന്നെ അടുത്ത് വരുന്നിടത്ത് വഫമുസ്സമാ എന്നുള്ളടത്ത് വീണ്ടും മുത്തഫാഇലുൻ എന്ന് പൂർണ്ണമായി തന്നെ വന്നു. പിന്നെ നിതബസ്സുമുൻ എന്ന് പറയുന്നിടത്തും വീണ്ടും മുത്തഫാഇലുൻ എന്ന് തന്നെ വന്നു, മുത്തഫാഇലുൻ. പിന്നെ അവസാനത്തില് മുത്തഫാഇൽ. ഇങ്ങനെയാണ് ഇപ്പത് ഒന്നാമത്തെ വരി വരുന്നത്. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ കത്തയം ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പൊ അതില് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് മുത്തഫാഇലുൻ എന്ന് നൽകുന്ന ആ ഒരു വസ്ന തന്നെയാണ് കൂടുതലായി വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക, ഓരോന്നിനും ഹറക്കത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിന്നെ വര അടയാളം കൊടുത്തു. അതേപോലെ തന്നെ സാക്കിന് ഒരു സീറോയും ഇട്ട് കൊടുത്ത് നമ്മൾ ഇതേപോലെ കത്തയം ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കിതിൽ ആദ്യ ഭാഗത്ത് നിന്ന് തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും. കാരണം മുത്തഫ എന്നുള്ളടത്ത് 3 ഹറക്കത്തും ഒരു സുക്കൂനും വരുന്നത് ആകെ ഈ ഒരു ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ. ഓപ്ഷൻ ഇപ്പൊ നമുക്ക് കാമിലും തൊവീലും വാഫിറും മദീദുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതില് ആകെ കാമിൽ മാത്രമേ ആ രൂപത്തിൽ വരുന്നുള്ളൂ, വേറെ ഏതും വരുന്നുമില്ല. അപ്പൊ അങ്ങനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ശരി. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ കാമിലാണ് അതിൽ കറക്റ്റ് ആയി വരുന്നത്. നെക്സ്റ്റ് വൺ, തളമീനുൻ നസ്രി അവി ശിഅരി ശൈഅൻ മിനൽ ഖുർആനി വൽ ഹദീസ് യുസമ്മ. നേരെ ഡയറക്റ്റ് ആയി വന്ന സിമ്പിൾ ആയ ഒരു ചോദ്യം അല്ലെ. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇതില് നമുക്ക് കൺഫ്യൂഷൻ ആവാം മിക്കവാറും നേരെ തിരിച്ചു ചോദിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം കൊടുത്തിട്ട് എന്നിട്ട് അതിന്റെ പിന്നെ അത് ഏതിൽപ്പെട്ടതാണ് എന്ന രൂപത്തിൽ വരുമ്പോഴാണ് മിക്കവാറും തെറ്റാറുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോ സജാന് പറ്റിയ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ജിനാസിന് പറ്റിയ ഒരു ഉദാഹരണം, അതിപ്പോ ഖുർആന്റെ ആയത്തോ ഹദീസോ കൊടുക്കുമ്പോൾ ചിലരെന്ത് ചെയ്യും, ഖുർആന്റെ ആയത്തല്ലേ അല്ലെങ്കിൽ ഹദീസല്ലേ എന്ന് വിചാരിച്ച് ഇഖ്തിബാസിലേക്ക് പോവാറുണ്ട്. അപ്പൊ ഇവിടെ തളമീനുൻ നസർ അവിഷ്യാർ, ഷിയാറോ അല്ലെങ്കിൽ നസറോ, കവിതയോ ഗദ്യ സാഹിത്യമോ ഉൾക്കൊള്ളിക്കുക. എന്ത്? ഷൈഅൻ മിനൽ ഖുർആനിൽ അവിൽ ഹദീസ്, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വല്ലതും ഉൾക്കൊള്ളിക്കുക. അതിനാണെന്ത് പറയാ? ഇഖ്തിബാസ് എന്ന് പറയാം. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഠിച്ച 2 ഉദാഹരണമായിരുന്നു ഇത്. ഞാൻ ഏത് ക്ലാസ്സിലും പറയുന്ന 2 ഉദാഹരണങ്ങൾ. ഒന്ന്, ലാ തുആദിൻ നാസ ഫീ ഔത്വാനിഹിം ഖല്ലമാ യുറഅ ഗരീബുൽ വത്തൻ വൈദാ മാ ശിഅത ഐഷൻ ബൈനഹും ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇതിപ്പോ ഒരാളുടെ 2 വരി കവിതയാണ്. അപ്പൊ അതില് 1-ാം വരി കഴിഞ്ഞു 2-ാം വരിയിലെ സ്വദറിന്റെയും അജിസിന്റെയും ഭാഗത്ത്, സ്വദറിന്റെ ഭാഗത്ത് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ ആശയം പറഞ്ഞു,
അജസിന്റെ ഭാഗത്ത് അദ്ദേഹം തന്റെ ആശയം പറയാൻ വേണ്ടിയിട്ട് അവിടെ ഹദീസിൽ വന്ന ഒരു ഭാഗമാണ് ഉൾക്കൊള്ളിച്ചത്. എന്നാൽ അദ്ദേഹം അത് പറയുന്നൊന്നുമില്ല. കമാ ഖാല റസൂലുള്ള എന്നൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കലാമിന്റെ ഭാഗമെന്നോണം ഉൾക്കൊള്ളിച്ചു. ഇങ്ങനെ ഉൾക്കൊള്ളിക്കുന്നതിനാണ് എന്ത് പറയാ, ഇഖ്തിബാസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഗദ്യ സാഹിത്യത്തിനുള്ള ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞിരുന്നു, അൽ ഗനിയുൽ ജാഹിൽ ഹുവ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അപ്പൊ അവിടെ യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് പറയുന്ന വാചകം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുമസയിലെ 3-ാമത്തെ വചനമാണ്. അതെന്ത് ചെയ്തു, ഈ ഒരു കലാമിൽ ഉൾക്കൊള്ളിച്ചു. ഇങ്ങനെ ഉൾക്കൊള്ളിക്കുന്നതിനാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. അപ്പൊ ബലാഗയിൽ ഇൽമുൽ ബദീഇൽ നിന്ന് ഒരു ചോദ്യമാണ് നമ്മളിപ്പോ കണ്ടത്. രണ്ടാമത്തെ ചോദ്യം, അൽ ജംഉ ബൈന ശൈഇ വളിദ്ദിഹി ഫിൽ കലാമി യുസമ്മ. ഇതും നമ്മൾ വ്യത്യസ്ത ഉദാഹരണങ്ങളൊക്കെ സഹിതം ഷുവർ ഷൂട്ടിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു പോയ ഭാഗമാണ്. ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഓപ്ഷൻ സി അല്ലെ, അത്തിബാഖ്. രാവും പകലും എന്നില്ലാതെ നിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് പോറ്റി വളർത്തിയത് എന്ന ഉദാഹരണമൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാവും പകലും അല്ലെ, അത് ഒരു ആശയവും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ തന്നെ ഉൾക്കൊള്ളിക്കുക. അതാണ് അൽ ജംഉ ബൈന ശൈഇ വളിദ്ദിഹി ഫിൽ കലാം. ഒരു സംസാരത്തിൽ ഒരു ആശയവും അല്ലെങ്കിൽ ഒരു വിഷയവും അതിന്റെ ഓപ്പോസിറ്റും ഒരുമിച്ച് കൂട്ടുക. ഇതിനാണ് എന്ത് പറയുന്നത്, തിബാഖ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളിലും ഇപ്പൊ കഴിഞ്ഞ HSC എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ നമ്മൾ കാണിച്ച ഒരു സ്ലൈഡായിരുന്നു ഇത്. അത്തിബാഖു, തിബാഖ് എന്തെന്നും അതിന്റെ ഉദാഹരണവും അതുപോലെ തന്നെ മുക്കാബലയിൽ നിന്നും തിബാഖും ഇവ രണ്ടും വേർതിരിയുന്നത് എവിടെയാണ് എന്നുള്ളതും അതിന് രണ്ടിന്റെയും ഉദാഹരണമൊക്കെ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ തിബാഖാവുമ്പോൾ ഒരാശയവും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ ഉൾക്കൊള്ളിക്കുക. ഏതുപോലെ വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. ഇവിടെ ഐഖാല് റുഖൂദ്, ഐഖാൽ എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുക, പിന്നെയോ റുഖൂദ് എന്ന് പറഞ്ഞാലോ ഉറങ്ങുക. അവ രണ്ടും എന്ത് ചെയ്തു, ഒരു കലാമിൽ ഉൾക്കൊള്ളിച്ചു. ഇതാണ് തിബാഖ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിന് സമാനമായി അല്ലെങ്കിൽ ഇതേ ആശയം തന്നെയാണ് മുക്കാബലയിലും വരുന്നത്. അസ്ല് നോക്കുമ്പോൾ രണ്ടിൻ്റെതും ഒന്നാണ്. എന്ന് വെച്ചാൽ ഒരാശയവും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ ഉൾക്കൊള്ളിക്കുക എന്ന് തന്നെയാണ്. പക്ഷെ മുക്കാബലയാവുമ്പോൾ അതിലെന്താണ്, ഒന്നിലധികം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒന്നുകിൽ 2 ആശയങ്ങൾ അല്ലെങ്കിൽ അതിലധികം, എത്രയാണോ ആശയങ്ങൾ ആദ്യം കൊണ്ടുവരിക, എന്നിട്ട് തുമ്മ യുഅ്താ ബിമാ യുഖാബിലു ദാലിക അല തർത്തീബ്, ഒരു തർത്തീബോട് കൂടിയിട്ട് അതിന്റെ എതിർ പദങ്ങൾ അതിന് അപ്പുറത്തായിട്ട് എന്ത് ചെയ്യും, കൊണ്ടുവരും. അതിനുള്ള ഉദാഹരണമാണ് അവിടെ മുത്തനബിയുടെ കവിത കൊടുത്തത്. അസൂറുഹും വസവാദുൽ ലൈലി യശ്ഫഉ ലി വഅൻസനി വബയാദു സുബ്ഹി യുഗ്രിബി. അപ്പൊ അവിടെ അസൂറു, സവാദ്, ലൈല്, യശ്ഫഉ ലി, ഇങ്ങനെ 5 ആശയങ്ങൾ ആദ്യ ഭാഗത്ത് സ്വദറിൽ കൊണ്ടുവന്നു. ഇനി അതിന് കറക്റ്റ് ആയിട്ട് അപ്പുറത്ത് എന്ത് ചെയ്തു, ഓരോന്നിന്റെയും എതിർ പദങ്ങളാണ് അവിടെ കൊണ്ടുവന്നത്. അസൂറു എന്നുള്ളതിനപ്പുറത്തോടെ അൻസനി, സവാദിന് ബയാദ്, ലൈലിന് സുബ്ഹ്, യശ്ഫഉ യുഗ്രി, ലി എന്നുള്ളതിനവിടെ ആശയതലത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ ബി എന്ന് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ 5 ആശയങ്ങളും 5 ഓപ്പോസിറ്റുകളും കൊണ്ടുവന്നു. അപ്പോ ഒന്നിലധികം, അതിൽ മിനിമം 2 ആശയങ്ങൾ, അതല്ലെങ്കിൽ 3, 4, 5, 6 എത്രയും ആവാം ആശയങ്ങൾ ആദ്യം കൊണ്ടുവരികയും എന്നിട്ട് അപ്പുറത്ത് അതിന്റെ ഓപ്പോസിറ്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ, മുക്കാബല എന്ന് പറയാം. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ വന്നത് അൽ ജംഉ ബൈന ശൈഇ വളിദ്ദിഹി ഫിൽ കലാം എന്ന് പറയുന്ന ആ ഒരു താരീഫാണ് ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ വന്നത്, തിബാഖിന്റെ താരീഫ്. നെക്സ്റ്റ്, ജഅലുൽ മുശബ്ബഹി മുശബ്ബഹൻ ബിഹി ബിദ്ദിആഇ അന്ന വജ്ഹ ശബഹി ഫീഹി അഖ്വാ വ അൽഹർ. ഓക്കെ, അപ്പോ ഇതും സിമ്പിളായ ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിൽ നമ്മളെപ്പോഴും തശ്ബീഹ് പറയുന്ന സമയത്ത് തന്നെ അതിന്റെ ഖാഇദ പറയുമ്പോൾ തന്നെ ഊന്നി പറയാറുള്ളതാണ് എന്ത്, വജ്ഹു ശബഹ്. വജ്ഹു ശബഹ് അഖ്വാ വ അൽഹർ എന്നുള്ളിടത്താണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, അടിവരയിടേണ്ടത് അല്ലെ. അതിലിപ്പോ മുഷബ്ബഹ് ബിഹിയിലായിരിക്കും എപ്പോഴും വജ്ഹു ശബഹ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇനി തശ്ബീഹ് മഖ്ലൂബിലേക്ക് എത്തുമ്പോ അവിടെ നേരെ തിരിച്ചിട്ട തശ്ബീഹ് അല്ലെ, അല്ലെങ്കിൽ മറിച്ചിട്ട തശ്ബീഹ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ മുഷബ്ബഹിനെ മുഷബ്ബഹ് ബിഹിയോടാണ് ഉപമിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മുഷബ്ബഹ് ബിഹിയിലായിരിക്കും വജ്ഹു ശബഹ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക അല്ലെ. അവൻ പുലിയാണ് എന്ന് പറയുമ്പോൾ
അവൻ ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ധീരത എന്നുള്ള സിഫത്താണ് രണ്ടിലും പൊതുവായിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതിലായിരിക്കും? പുലിയിലായിരിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് ഉപമിക്കുമുണ്ടാവുക. മുഷബ്ബഹ് ബിഹിയിലായിരിക്കും എപ്പോഴും വജൂ ഷബഹ് കൂടുതലായിട്ടുണ്ടാവുക. പക്ഷേ തഷ്ബീഹ് മഖ്ലൂബിലേക്ക് വരുമ്പോ ആ തഷ്ബീഹ് നടത്തുന്ന ആളുടെ വാദം എന്തായിരിക്കും? അയാൾ പറയാൻ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. പുലി അവനെ പോലെയാണ് എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ധീരത എന്ന് പറയുന്ന സിഫത്ത് അയാളുടെ വാദം അനുസരിച്ച് ഈ പറയുന്ന ഇയാൾ ഉപമിക്കുന്ന ആളുകളിലാണ് ധീരത എന്ന സിഫത്ത് കൂടുതലായിട്ടുള്ളത് എന്നാണ് അയാൾ വാദിക്കുക. അപ്പൊ അതിനും ഇവിടെ ഇപ്പോ സെറ്റ് എക്സാമിന് മുമ്പ് ചോദിച്ച ഈ ഒരു ചോദ്യവും നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ചർച്ച ചെയ്തു പോയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ സഹിതം കൊടുത്തത്. ഇവിടെ ഇപ്പോ വജ്ഹുൽ ഖലീഫത്തി ഹീന യുംതദഹു എന്ന് വെച്ചാൽ തന്നെ പ്രശംസിക്കപ്പെടുന്ന സമയത്ത് ഖലീഫയുടെ മുഖം എന്ത് ചെയ്യുന്നു? പ്രശോഭിതമാകുന്നു. അത് ഏതുപോലെയാണ്? പ്രഭാതത്തിന്റെ ശോഭ പോലെ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? നേരെ തിരിച്ചു പറയാണ്. ബദസ്വബാഹു, പ്രഭാതം അതെന്ത് ചെയ്തിരിക്കുന്നു? വെളിവായിരിക്കുന്നു. കഅന്ന ഉറത്തഹു, അതിന്റെ ആ ശോഭ ആയതുപോലെയുണ്ട്. വജ്ഹുൽ ഖലീഫ, ഖലീഫയുടെ മുഖം പോലെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്ക് വജ്ഹുൽ ഖലീഫത്തി ക ഖുറത്തി സ്വബാഹ് എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? നേരെ തിരിച്ചു പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഈ ഒരു ശോഭ പ്രഭാതത്തെക്കാളും ഖലീഫയുടെ മുഖത്തിനാണുള്ളത് എന്നാണ് വരിക. അത് തന്നെയാണ് ഈ ഒരു താരീഫ് ഇവിടെ ചോദിച്ചത്. ജാലുൽ മുഷബ്ബഹി മുഷബ്ബഹൻ ബിഹി, മുഷബ്ബഹിനെ മുഷബ്ബഹ് ബിഹി ആക്കി മാറ്റുക. ബിദ്ദിആഇ, വാദിച്ചുകൊണ്ട്, അന്ന വജ്ഹ ശബഹി, വജ്ഹ ശബഹ് തീർച്ചയായിട്ടും ഫീഹി, അതിലാണ് അഥവാ മുഷബ്ബഹിലാണ്, അഖ്വാ വ അൽഹർ, ഏറ്റവും അധികം പ്രകടമായത് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളത് എന്നാണ് അയാൾ അതിലൂടെ വാദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവസാനത്തെ ചോദ്യമാണ്. അൽ ഇസ്തിആറത്തുൽ മക്നിയ ഹിയ മാ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഓക്കെ, എല്ലാവരും റെഡിയായി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്ന് വെച്ചാൽ ചാലഞ്ച് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതും നമ്മൾ ഇസ്തിആറ തസ്രീഹിയയും മക്നിയയും ഒക്കെ നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോ തൊട്ട് മുമ്പ് ഷുവർ ഷൂട്ടിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആൻസർ കീ ഇതിൽ വന്നത് തെറ്റാണ്. എന്തായിരുന്നാലും അത് ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ ആൻസർ ആയി വരേണ്ടത്. അവർ നൽകിയത് മാറിപ്പോയതായിരിക്കും, അല്ലാതെ അതിൽ വഴിയില്ല. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ്. ഇസ്തിആറത്തുൽ മക്നിയ എന്ന് പറഞ്ഞാൽ ഹുദിഫ ഫീഹ അൽ മുഷബ്ബഹു ബിഹി, മുഷബ്ബഹ് ബിഹി അതിൽ നിന്ന് കളയപ്പെട്ടു. വറുമിസ ലഹു ബിശൈഇൻ മിൻ ലവാസിമിഹി, സ്വാഭാവികമായിട്ടും മുഷബ്ബഹ് ബിഹിക്കാണ് പ്രാധാന്യം. നമ്മൾ എവിടെയും തശ്ബീഹ് മുതൽക്ക് അങ്ങോട്ട് കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. മുഷബ്ബഹ് ബിഹിക്കാണ് പ്രാധാന്യം. അപ്പോൾ മുഷബ്ബഹ് ബിഹി കളയപ്പെടുമ്പോൾ അതിന്റെ ഒരു ലാസിം, ഒരു സിഫത്ത് എന്ത് ചെയ്യണം? അവിടെ ബാക്കിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നടത്തുന്ന ഇസ്തിയാറക്കാണെന്ന് പറയാ, ഇസ്തിയാറ മക്നിയ എന്ന് പറയാ. ഓക്കെ, അപ്പൊ അതിനുള്ള സിമ്പിളായ ഉദാഹരണം നമ്മൾ പഠിച്ചതാണ്. തസ്രീഹിയാവുമ്പോൾ മുഷബ്ബഹ് ബിഹി ആയിരിക്കും സ്വരീഹായി പറയാം. ഏതുപോലെ? കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇവിടെ ഇപ്പോ ളുലുമാത്ത്, നൂർ എന്നീ രണ്ട് പദങ്ങളും ഇസ്തിയാറയായിട്ട് അല്ലെങ്കിൽ മജാസായി പ്രയോഗിച്ചതാണ്. അപ്പൊ അവിടെ ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഖുർആൻ അത് താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. എന്തിൽ നിന്ന്? മിനൽ ളുലുമാത്ത്, ഇരുട്ടിൽ നിന്ന്. എവിടേക്ക്? ഇലന്നൂർ, പ്രകാശത്തിലേക്ക്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ടോർച്ചാണ് എന്നല്ല ഇപ്പൊ അതിന്റെ അർത്ഥം. മറിച്ച് അത് അവിടെ ആലങ്കാരികമായി പറഞ്ഞതാണ്. അവിടെ ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ മിനൽ കുഫർ അല്ലെങ്കിൽ മിനൽ ലലാല, വഴികേടിൽ നിന്ന് അല്ലെങ്കിൽ നിഷേധത്തിൽ നിന്ന് എന്ത് എവിടേക്ക്? മിനൽ ഹുദ ഇലൽ ഹുദ, അതാണ് ഇപ്പൊ അവിടെ നൂർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇലൽ ഈമാൻ, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ളുലുമാത്ത് എന്നുള്ളത് ഒന്നുകിൽ ലലാലത്ത് അല്ലെങ്കിൽ കുഫർ എന്നതിന് പകരമായിട്ടാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ലലാലത്തിനെ അല്ലെങ്കിൽ കുഫറിനെ ളുലുമാത്തിനോട് ഉപമിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മുഷബ്ബഹായിട്ടുള്ള കുഫർ അല്ലെങ്കിൽ ലലാലത്തിനെ അവിടുന്ന് ഒഴിവാക്കി. മുഷബ്ബഹ് ബിഹിയാണ് അവിടെ ദുലുമാത്ത് എന്ന് പറയുന്നത്. അതിനവിടെ സ്വരീഹായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നൂറും. ഈമാൻ എന്നതിന് പകരം അല്ലെങ്കിൽ ഹുദ എന്നതിന് പകരമായിട്ടാണ് അവിടെ നൂറ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഹുദ അല്ലെങ്കിൽ ഈമാൻ എന്ന മുഷബ്ബഹിനെ ഒഴിവാക്കി മുഷബ്ബഹ് ബിഹി സ്വരീഹായി പറഞ്ഞു.
അപ്പോ മുഷബ്ബഹ് ബിഹിക്കാണ് പ്രാധാന്യം. അത് സ്വരീഹായി പറഞ്ഞാൽ അതിന് ഇസ്തിആറ തസ്രീഹിയ എന്ന് പറയും. മാ സുരിഹ ബിഹി ബിലഫ്ളിൽ മുഷബ്ബഹ് ബിഹി. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെയുള്ള ഒരു വരിയാണ് മുത്തനബിയുടെ സൈഫുദ്ദൗലയെ വർണ്ണിച്ചുകൊണ്ടുള്ള വരി. അല്ലെ, റോമിൽ നിന്ന് ഒരു ദൂതൻ സൈഫുദ്ദൗലയുടെ അടുക്കിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അയാളുടെ ആ വരവ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രവേശനത്തെ കുറിച്ച് പറയാണ്. ഫഅഖബല യംശി ഫിൽ ബിസാത്തി ഫമാദറ. അയാൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ പരവതാനിയിലൂടെ സൈഫുദ്ദൗലയുടെ അടുക്കിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഫമാദറ, അയാൾക്ക് അറിയില്ലല്ലോ, ഇലൽ ബഹരി യംശി, അയാള് ഒരു ബഹറിന്റെ അടുക്കലേക്കാണ് ഇങ്ങനെ നടന്നെടുക്കുന്നത്. അം ഇലൽ ബദ്രി യർതഖി, അതല്ല ഒരു ചന്ദ്രന്റെ, പൂർണ്ണചന്ദ്രന്റെ അടുക്കലേക്കാണ് അയാൾ ഇങ്ങനെ ഉയർന്നു പോകുന്നത് എന്നുള്ളത് അയാൾക്ക് അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ സൈഫുദ്ദൗലയാണ് ഇപ്പൊ അവിടെ ബഹർ, അതേപോലെ തന്നെ സൈഫുദ്ദൗലയാണ് അവിടെ ബദർ. അപ്പോ ആ ബദർ എന്നുള്ള ബഹർ എന്നുള്ള ഈ രണ്ട് പദങ്ങളുമാണ് അവിടെ ഇസ്തിയാറയായി വന്നിട്ടുള്ളത്. മുഷബ്ബഹ് സൈഫുദ്ദൗലയാണ്, മുഷബ്ബഹ് ബിഹിയാണ് ബഹറും ബദറും. ആ മുഷബ്ബഹ് ബിഹിയാണ് ഇവിടെ സ്വരീഹായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്തിയാറ തസ്രീഹിയാണ്. ഇനി ഇസ്തിയാറ മക്നിയക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഉദാഹരണമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്ന ഇത്, ഇന്നി അറാ റൂസൻ ഖദ് ഐനഅത് വഹാന ഖിത്വാഫുഹ. അപ്പൊ കഴിഞ്ഞ ഉദാഹരണത്തിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഞാൻ ചില തലകളെ കാണുന്നു, അവ എന്ത് ചെയ്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ പാകമാവുക എന്നുള്ളത് പലപ്പോഴും വഹാന ഖിത്വാഫുഹ, അതേപോലെ തന്നെ അത് പറിക്കാറായിട്ടുണ്ട് എന്നുള്ളതാണ്. വഇന്നീല സ്വാഹിബുഹ എന്നതിന്റെ ബാക്കി കൂടി വരുന്നുണ്ട്, വെച്ചാൽ ഞാനായിരിക്കും അതിന്റെ ആൾ എന്നാണ്. അപ്പോ പാകമാവുക, അതിനെ പറിക്കുക എന്നൊക്കെ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പഴമാണ് ഉദ്ദേശം. പക്ഷെ ആ പഴം ഇവിടെ പറഞ്ഞിട്ടില്ല. റൂസിനെ പഴത്തോട് ഉപമിച്ചു, എന്നിട്ട് ആ പഴമാകുന്ന മുഷബ്ബഹ് ബിഹി കളഞ്ഞു. അപ്പൊ മുഷബ്ബഹ് ബിഹി കളയുമ്പോൾ അതിന്റെ ഒരു ലാസിം അവിടെ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒരു സിഫത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് അവിടെ ഐനഅത്ത് അല്ലെങ്കിൽ ഖിത്വാഫുഹ എന്നൊക്കെ പറയുന്നത്. അതവിടെ പറയുകയും ചെയ്തു. ഇങ്ങനെ പറയുന്നതിനാണ്, അഥവാ മുഷബ്ബഹ് ബിഹി കളയപ്പെടുകയും അതിന്റെ ലാസിം അവിടെ പറയുകയും ചെയ്യാം. ഇതിനാണ് എന്ത് പറയാ, ഇസ്തിആറ മക്നിയ എന്ന് പറയാം. ഹിയ മാ ഹുദിഫ ഫീഹ അൽ മുഷബ്ബഹ് ബിഹി വറുമിസ ലഹു ബിശൈഇൻ മിൻ ലവാസിമിഹി. അതിനാണ് ഇസ്തിആറ മക്നിയ എന്ന് പറയാ. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ എന്തായിരുന്നാലും ഓപ്ഷൻ എ തന്നെയാണ് അത്. ഇൻഷാ അല്ലാഹ് അതേ രൂപത്തിൽ തന്നെ ആൻസർക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ലിറ്ററേച്ചറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ഇൻഡോ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ മോഡേൺ ലിറ്ററേച്ചറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് വരും സെഷനുകളിൽ വരുന്നതായിരിക്കും. അപ്പോ റിട്ടോറിക്, പ്രോസഡി, ക്രിറ്റിസിസം, ആ ഏരിയയിൽ നിന്ന് കൂടി വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി ഇനിയും നമ്മൾ പഠനം തുടർത്തുക. ഇതൊക്കെ നമുക്ക് എളുപ്പമായി വന്നത് നമ്മുടെ ഇത്രയും കാലത്തെ നിരന്തരമായ പഠനം തന്നെയാണ്. ഇനിയും നമുക്ക് ഒരുപക്ഷെ എളുപ്പമാവണമെങ്കിൽ നമ്മുടെ പഠനം തുടർത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വ ഇലാഹുനാ അത്റുക്കുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.